നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസ് എന്ന് പറയുന്ന വിഖ്യാതമായ സ്ഥാപനം ഇപ്പോൾ വലിയ തോതിൽ മാധ്യമ ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നമുള്ളത്, ഒരു വിഷയം അതിൻ്റെ മെറിറ്റിലല്ല നമ്മൾ ചർച്ച ചെയ്യുക, അതിൻ്റെ വർഗീയ ആംഗിൾ, അതിൻ്റെ ചില സ്ഥാപിത താല്പര്യങ്ങളുടെ ആംഗിൾ, തങ്ങൾ ഉണ്ടാക്കിയ ചില നറേറ്റീവ്സ് അല്ലെങ്കിൽ അത് ചില വ്യാഖ്യാനങ്ങൾക്ക് ഉള്ളിലേക്ക് ഇതിനെ കൊണ്ടുവരുന്ന ആംഗിൾ, ഇതൊക്കെയാണ്. വളരെ കൃത്യമായി ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണ് TCS. അതൊരു സർക്കാർ സ്ഥാപനമല്ല, ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണ്. അത് ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വലിയ തോതിലുള്ളൊരു ഇതാണ്. ഇപ്പം ടാറ്റയുടെ പേര് പറയുമെങ്കിലും ടാറ്റയ്ക്ക് അതിൽ കുറച്ച് ഓഹരിയുള്ളൂ. അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരും കാര്യങ്ങളൊക്കെ വേറെ ആളുകളാണ്. അതിൻ്റെ CEO ഒക്കെ വേറെ ആളുകളാണ്. ടാറ്റ വീട്ടുകാരൊന്നുമല്ല, ടാറ്റയുടെ അല്ല. ടാറ്റയ്ക്ക് അതിൽ ഷെയറുണ്ട്, അത്രേ ഉള്ളൂ. ടാറ്റ കൺസൾട്ടൻസി സർവീസ് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കമ്പനിയാണ്. അവരെ ഇവിടുത്തെ ബാങ്കുകൾക്ക്, മറ്റ് വലിയ സ്ഥാപനങ്ങൾക്ക്, ട്രാൻസ്പോർട്ട്, മെട്രോ പോലെയുള്ള സംവിധാനങ്ങൾക്ക്, റെയിൽവേക്ക് ഒക്കെ തന്നെ അവരുടെ സർവീസസ് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ പാസ്പോർട്ട് സംവിധാനമൊക്കെ ടാറ്റ കൺസൾട്ടൻസിയുടെ കീഴിലാണ്. നമുക്കിപ്പോൾ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നത്, പാസ്പോർട്ട് കേന്ദ്രങ്ങൾ പലതും. അങ്ങനെ ഒരു സംവിധാനത്തിൽ ഇപ്പോൾ പെട്ടെന്ന് നാസിക്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ടാവും. ആ കുഴപ്പം എന്താ? അവിടെ ഒരു ലൈംഗിക അതിക്രമം, തൊഴിൽ സ്ഥലങ്ങളിലെ ലൈംഗിക അതിക്രമ ആരോപണം വരുന്നു. ആരോപണം ഉണ്ടാവാം, ഏത് സ്ഥാപനത്തിലും ഉണ്ടാവാം. ഏത് സ്ഥാപനത്തിലുണ്ടെങ്കിലും അവിടെ കൃത്യമായും ഇന്ത്യ രാജ്യത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ച, വിശാഖ കേസിൽ ഒക്കെ അടക്കം നിർദ്ദേശിച്ച പോഷ് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. അതായത് വർക്ക് പ്ലേസിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ചെയ്യാനുള്ള സംവിധാനം. ആ സംവിധാനത്തിന് ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ഒന്ന്, അങ്ങനെ ഒരു പരാതി കിട്ടിയാൽ ആ പരാതി പരിശോധിക്കാനുള്ള ഒരു ഇന്റേണൽ സംവിധാനം അവിടെ ആവശ്യമാണ്. ഏത് സ്ഥാപനത്തിൽ ആവശ്യമാണ്. 7 സ്ത്രീകളിൽ കൂടുതൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ആവശ്യമാണ്. ആ സംവിധാനം എന്താ? ആ സംവിധാനം അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, അവിടുത്തെ HR, അതുപോലെയുള്ള ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ആള്, പുറത്തു നിന്നുള്ള ഒരു NGO, വനിതാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു NGO അടക്കമുള്ള ആളുകളുടെ കമ്മിറ്റിയാണ്. അവരുടെ മുമ്പിൽ പരാതി സമർപ്പിക്കാം. അവർക്കൊരു ക്വാസി ജുഡീഷ്യൽ അധികാരമുണ്ട്. ആ പരാതിയിൽ ആരെങ്കിലും കുറ്റക്കാരാണെന്ന് കണ്ടാൽ അവർക്കെതിരെ നടപടി ശുപാർശ ചെയ്യാം. കമ്പനി ആ നടപടി എടുക്കണം. ഇത് ടാറ്റ പോലെ ഒരു കോർപ്പറേറ്റ് ഫ്രെയിം വർക്കിൽ ഇത് നന്നായി വർക്ക് ചെയ്യേണ്ടതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ സംഭവിച്ചത് എന്താ? അവിടെ ഇത് നടന്നില്ല. പരാതി ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ കുറെ പരാതികൾ വരും. അപ്പൊ ആ സംവിധാനം മുഴുവൻ പ്രവർത്തനരഹിതമായ ഒരു ഘട്ടത്തിലാണ് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥ, നിദാ ഖാൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥക്കെതിരെ ആണ്, അവരാണ് ഇതിന്റെ മുഴുവൻ ആള് എന്ന അർത്ഥത്തിൽ മാധ്യമങ്ങൾ അങ്ങ് പ്രൊജക്ട് ചെയ്യുക. ആരാണ് നിദാ ഖാൻ എന്ന് ആരും ചോദിച്ചില്ല. എല്ലാവരും പറഞ്ഞു അവരാണ് അവിടുത്തെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്, അവരാണ് അവിടുത്തെ HR, അവരാണ് അവിടുത്തെ അത് ഇത്. കാരണം നിദാ ഖാന്റെ പേരാണ് പ്രശ്നം. നിദാ ഖാന്റെ പേരെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇന്ത്യയിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലവ് ജിഹാദ് ഉണ്ടാക്കാം, നിങ്ങൾക്ക് സ്ത്രീകളെ കൺവെർട്ട് ചെയ്യുന്നുണ്ടാക്കാം, സ്ത്രീകൾക്കെതിരായ അതിക്രമം ഉണ്ടാക്കാം. കാരണം ആളുടെ പേരാണ് നിദാ ഖാൻ. പക്ഷേ കൃത്യമായി അവരുടെ CEO കൃത്യമായി പറഞ്ഞു, നിദാ ഖാന് അവിടുത്തെ റിക്രൂട്ട്മെന്റുമായി ഒരു ബന്ധവുമില്ല. ഒരാളെ റിക്രൂട്ട് ചെയ്യുന്നത് നിദാ ഖാൻ അല്ല. അവരവിടുത്തെ പ്രോസസ് ബന്ധപ്പെട്ട ടെക്നിക്കലായ സർവീസ് ചെയ്യുന്ന ആളാണ് അവർ. അവരെല്ലാ ആളെ നിയമിച്ച്. പക്ഷെ ഇവരെന്താ പറഞ്ഞ്, അവര് നിദാ ഖാൻ എന്ന വെച്ചാൽ ആ ഒരു പ്രത്യേക മതം റെപ്രസെന്റ് ചെയ്യുമല്ലോ, അതിന്റെ ആ ചാൻസ് കിട്ടി. ആ നിദാ ഖാൻ എന്നുള്ളത് ഇപ്പൊ അവിടുത്തെ CEO കൃതിവാസനാണെങ്കിൽ ഇവര് മിണ്ടില്ല. കൃതിവാസന്റെ പേര് പറഞ്ഞില്ല. അവിടുത്തെ CEOക്ക് ഒരു പരാതിയില്ല, CEOക്കെതിരെ ഇവർക്ക് പരാതിയില്ല, മാധ്യമങ്ങൾ മിണ്ടുന്നില്ല. കൃതിവാസൻ എന്ന് പറയുന്ന CEO കൃത്യമായി കൊടുത്തു, ഞങ്ങൾ ഒരു കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്, ഒരു കമ്മിറ്റി ഈ ആരോപണങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇതുവരെ പരാതി കിട്ടിയിട്ടില്ല. പക്ഷെ അദ്ദേഹം വിട്ടുപോണ കുറെ കാര്യങ്ങളുണ്ട്. അവിടെ ഇത് വെക്കാനുള്ള കമ്മിറ്റി, പോഷന് നിയമാടിസ്ഥാനത്തിലുള്ള കമ്മിറ്റി ഉണ്ടോ, അവർ പരിശോധിച്ചോ, അത് പരിശോധിച്ച് എന്ത് തീരുമാനമാണ് എടുത്തത് എന്ന് പറയുന്നില്ല. അവിടെയാണ് നിദാ ഖാൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അത് ലവ് ജിഹാദാണ് എന്ന രൂപത്തിൽ വലിയ തോതിൽ ഒരു പ്രചരണം നടക്കും. ഇത് നമ്മുടെ നാടിന്റെ ഒരു കുഴപ്പമാണ്. ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ ഒരു ചെറിയ ഉദ്യോഗസ്ഥയാണ്, അതിന്റെ സ്ഥാനം നോക്കി കഴിഞ്ഞാൽ നിദാ ഖാൻ. അവിടെ നടക്കുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും നിദാ ഖാൻ എന്ന് പറയുന്ന ഒരു പാവം പെൺകുട്ടിയാണ്, ഒരു സ്ത്രീയാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം എന്ന രൂപത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. ഇത് വളരെ അപകടകരമായ ഒരു ടെൻഡൻസിയാണ്. ഇതിന് പല മാനങ്ങളുണ്ട്. ഒന്ന്, ഇതിൽ വർഗീയതയും ഈ പറഞ്ഞ പോലെ ലവ് ജിഹാദ് പോലെയുള്ള എല്ലാ മിക്സുകളും അതിൽ ചേർക്കുന്നു എന്നുള്ളതൊന്നും.
രണ്ട്, നാളെ ഒരു കോർപ്പറേറ്റിൽ ഒരാളെ എടുക്കുമ്പോൾ അയാളുടെ മതം നോക്കണം എന്നൊരു മുന്നറിയിപ്പ് ഇതിലില്ലേ? അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ ഭരണഘടനയ്ക്ക് എതിരല്ലേ? ഒരാളുടെ കഴിവല്ലേ നോക്കണ്ടേ? ഇപ്പൊ ടാറ്റ ഒരാളെ എടുക്കുമ്പോൾ, ഞാനും കുറച്ചു കാലം ടാറ്റയുടെ ഒരു കമ്പനി ജോലി ചെയ്തിട്ടുള്ളതാണ്. അവരെടുക്കുമ്പോൾ മതവും ജാതിയും നോക്കാറില്ല. അവർ ടെസ്റ്റ് നടത്തും, അല്ലെങ്കിൽ ഇന്റർവ്യൂ നടത്തും. ഇന്റർവ്യൂവിൽ ഏറ്റവും കേപ്പബിൾ ആയ ആളുകളെ അവരെടുക്കും. അതിൽ ജാതി മതവും നോക്കേണ്ട കാര്യമില്ല. അല്ലല്ലോ, ഇത്രയും പ്രത്യേകിച്ചും ഹൈലി സ്കിൽഡ് ആയ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഇനിയിപ്പോ എന്താ ഇതിന്റെ ഉദ്ദേശം? എന്താ? ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരെ എടുക്കരുത് എന്ന ഒരു മെസ്സേജ് ഈ അർത്ഥത്തിൽ കൊടുക്കുകയാണ്. ഇനിയിപ്പോ വേറൊരു CEO ഒരാളെടുക്കുമ്പോൾ അയാൾ പറയില്ലേ, അയ്യോ ഇത് വേണ്ട, കാരണം പിന്നെ പുലിവാലാവും. ഇത്രയും വലിയ ഭരണഘടനാ ലംഘനം നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ, പല മാധ്യമങ്ങളും അവരുടേതായ വളരെ കുൽസിതമായ വ്യാഖ്യാനങ്ങളിലേക്ക് ഇത് കൊണ്ടുവരികയും വർഗീയവൽക്കരിക്കുകയും അതുവഴി നമ്മുടെ സമൂഹത്തെ ആകെ വർഗീയവൽക്കരിക്കുകയും, ഇനി ഇതിലെന്തെങ്കിലും ഒരു സത്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവർ കൃത്യമായ അവരുടെ കൃതിവാസൻ എന്ന് പറയുന്ന CEO പുറത്തുവിട്ടിട്ടുള്ള കൃത്യമായ അറിയിപ്പുകളുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. നിദാ ഖാൻ ആരെ അപ്പോയിന്റ് ചെയ്യാൻ അവകാശമില്ല. നിദാ ഖാൻ റിക്രൂട്ടിംഗ് ഏജന്റ് അല്ല. നിദാ ഖാൻ HR അല്ല. പിന്നെ എന്തിനാ നിദാ ഖാന്റെ പ്രശ്നം? നിദാ ഖാന്റെ പ്രശ്നം നിദാ ഖാന്റെ പേരാണ്, നിദാ ഖാന്റെ മതമാണ്. അതുകൊണ്ട് തന്നെ ഈ ആരോപണത്തിന്റെ സത്യാവസ്ഥ എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ, നുണ ലോകം ചുറ്റി വരുമ്പോഴേക്കും സത്യം ചെരുപ്പിടാൻ തുടങ്ങുന്നതേ ഉണ്ടാവുള്ളൂ. ഇത് വർഗീയമായ ചിറക് വെച്ച് പറത്തി രാജ്യത്ത് വർഗീയ വിദ്വേഷം ഉണ്ടാക്കാനും ഒരു വിഭാഗത്തെ രണ്ടാം തരം പൗരന്മാരാക്കാനും അതാണല്ലോ സംഘപരിവാറിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള മാധ്യമങ്ങളുടെ കൂട്ടായ ഒരു കള്ളപ്രചരണമാണ് TCS നാസിക്കിൽ നടന്നത്. അവിടെ പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കേണ്ടത് നിദാ ഖാൻ അല്ല, അവിടുത്തെ CEO ഉണ്ട്, അവിടുത്തെ മറ്റു ഉദ്യോഗസ്ഥരുണ്ട്, അതിന്റെ മീതെ ടാറ്റ ഗ്രൂപ്പിന്റെ ആളുകളുണ്ട്. അവർ പരിഹരിക്കേണ്ട ഒരു മാനേജ്മെന്റ് പ്രശ്നം നിദാ ഖാൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയുടെ തലയിലിട്ട് അത് വഷളാക്കുന്ന ഈ രീതി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇത് തുറന്നു കാട്ടപ്പെടുക തന്നെ വേണം.